ഡീ ആ തിന്ന പാത്രമൊക്കെ ചത്തുപോയി നിന്റെ തള്ള വന്ന് കഴുകി വെക്കോ? പോയി കഴുകി വെക്കടി. ഇനിയിപ്പോ സ്കൂളിന്റെ പേരും പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോവാലോ. സുരേട്ടാ, സുരേട്ടാ, എന്താ നോക്ക്, നിങ്ങള് മോള് എന്താ എഴുതി വെച്ചത് നോക്ക്. നമ്മളെ രണ്ടാളെ കുടുക്കാനുള്ള പരിപാടിയാ. എടി ഇവിടെ വാടി. എന്താടി ഇത്? എന്താടി എഴുതി വെച്ചത്? എന്താണ് പറയൂ. കളവ് പറയുന്നോടി, കൊന്നളിന്നെ ഞാൻ. വേണ്ടടി, തല്ലണ്ട മോളെ. സാരല്ല കേട്ടോ, ഇവിടുത്തെ കഥയൊന്നും പുറത്ത് പറയരുത്. മോളിനി കഥ എഴുതണ്ട കേട്ടോ. ഇവിടുത്തെ കഥയൊക്കെ പുറത്തു പോയി പറഞ്ഞ മോള് സ്കൂളിലേക്ക് പോയിക്കോ കേട്ടോ. ഞാൻ അന്നേ പറഞ്ഞതാ ഈ മാരണത്തിനടുത്ത് തലയിൽ വെക്കണ്ടാന്ന്. എന്റെ അമ്മ എന്തിനാച്ചു നേരത്തെ മരിച്ചു പോയേ? കരയില്ലട്ടോ, നമുക്ക് ഇതൊക്കെ സാറിനോട് പോയി പറഞ്ഞാലോ? വേണ്ട, അച്ഛനും ചെറിയമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. നീ എന്റെ വീട്ടിലേക്ക് പോയി. എല്ലാരും ഗ്രൗണ്ടിലേക്ക് വാ. എടാ അങ്ങോട്ട് ചെല്ലടാ, ഗ്രൗണ്ടിലേക്കല്ലേ. മക്കളെന്താ വരാത്തത്? വാ, നമുക്ക് പതാകയൊക്കെ ഓർത്തണ്ടേ? ഇവിടെ എന്തിനാ കരയുന്നു? എന്താ അത്? നോട്ടെ, ഇത് അവളെ എഴുതിയ കഥയാ. കഥയാ? ആഹാ, വെരി ഗുഡ്. എനിക്ക് അമ്മയില്ല, ഇപ്പൊ അച്ഛനും ഇല്ലാത്ത പോലെ ഈ വീട് എന്റേതല്ലെന്ന് തോന്നുന്നു. മോളെ അവർ ഉപദ്രവിക്കാറുണ്ടോ? ഓക്ക് ദിവസം അടി കിട്ടും. ഓളെ പുറത്തും കാലിലും ഒക്കെ മുറിവാ. കരയണ്ട കേട്ടോ, കരയാണ്ടിരിക്കേ. ഞങ്ങളൊക്കെ ഇല്ല എന്റെ കൂടെ, പിന്നെ എന്തിനാ കരയുന്നേ? ഇതാ നോക്ക്, നമ്മളെ എത്ര കൂട്ടുകാരാ. മോള് ധൈര്യമായിരിക്കേ. ഇവർക്കൊക്കെ നമുക്കൊരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കണ്ടേ? നമ്മളെ ആഘോഷ പരിപാടിയൊക്കെ ഒന്ന് കഴിയട്ടെ. മാഷെ, അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞു. ഓ, നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങാം. ഇന്ന് ഞാനും അമ്മും കൂടെയാ പതാക ഉയർത്തും. അമ്മ വാങ്ങിച്ച പതാക, നമ്മുടെ ദേശീയ പതാക.